എൻ്റെ പേര് സിറിൽ. ഞാൻ പുത്തമ്പലിക്കര തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. പുള്ളിയുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ പുള്ളി 3-4 മാസങ്ങൾക്ക് മുമ്പ് പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് പോലെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അവിടെ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ആൻജിയോഗ്രാമിൽ ഹാർട്ടിന് രക്തം സപ്ലൈ ചെയ്യുന്ന രക്തക്കൊല്ലുകൾക്കെല്ലാം കാര്യമായ അടവ്, അതിലൊരു രക്തക്കൊല്ല് 100% അത് പൂർണ്ണമായി അടഞ്ഞിരിക്കുകയും ബാക്കി 2 രക്തക്കൊല്ലുകൾക്ക് 80%, 90% എന്ന രീതിയിൽ അടവ് കൊണ്ടെന്ന് കണ്ടുപിടിച്ചു. ഹോസ്പിറ്റലിൽ വന്നിട്ട് ഈ സാറാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞത്. ഭംഗിയായിട്ട് എല്ലാ കാര്യവും ചെയ്തിരുന്നു. സാറ് പറയുന്ന കാര്യത്തിൽ എല്ലാത്തിലും ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. നല്ല ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീട് മേത്തലാണ്. ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ്. ശ്വാസം മുട്ടിലായിരുന്നു. വേറെ ഹോസ്പിറ്റലിൽ കയറി അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം നാട് ഹെയറിൽ കൊണ്ടുവന്നു. പക്ഷേ ഷാജി ആക്ച്വലി ഏപ്രിൽ മാസം 28-ാം തീയതി ഇവിടെ ഒരു ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടായിട്ട് വരികയും നമ്മുടെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സമീൽ എക്സാം ചെയ്യുമ്പോഴത്തേക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റി വല്ലാണ്ട് കുറഞ്ഞിട്ട് ശ്വാസകോശത്തിൽ വെള്ളം കിട്ടുന്ന പൾമണറി എഡീമ എന്നൊരു അവസ്ഥയിലാണ് വന്നത്. അപ്പോൾ അതൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് അങ്ങനെ വന്നത്. അദ്ദേഹം ആ മരുന്ന് കൊണ്ട് ഹാർട്ടിനെ സ്റ്റെബിലൈസ് ചെയ്ത് ഒരു 3-4 ആഴ്ച കൊണ്ട് ഹാർട്ടിനെ നമുക്ക് പമ്പിങ് കപ്പാസിറ്റിക്ക് തിരിച്ച് ആൾമോസ്റ്റ് നോർമലാക്കി തിരിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കി എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണം. അപ്പം 3 രക്തക്കൊല്ല ഹാർട്ടിൽ പ്രധാനമായിട്ടും ഒരു ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അതിൽ 2 രക്തക്കൊല്ലിലും 80-90% അടവുണ്ടായിരുന്നു. 3ാമത്തെ രക്തക്കൊല്ലാണെങ്കിൽ 100% അടവ്, അതിൽ ബ്ലഡ് പോകുന്നതേ ഇല്ല. അതുമാത്രമല്ല ഈ ഹാർട്ടിലൊരു മെയിൻ രക്തക്കൊല്ലുണ്ട്, നമ്മൾ ലെഫ്റ്റ് മെയിൻ ആർട്ടറി എന്ന് പറയുന്നത്. അത് ആ മെയിൻ ആർട്ടറിക്കും 50% മുകളിൽ അടവുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ രക്തക്കൊല്ലുകൾക്കും ഇങ്ങനെ അടവ് വന്ന സ്ഥിതിക്ക് നമ്മൾ തൽക്കാലം ട്രീറ്റ് ചെയ്ത് വിട്ടാൽ ആ അളവ് മാറ്റിയില്ലെങ്കിൽ വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്ക് വരിക എന്ന് പറഞ്ഞാൽ ഹാർട്ട് വീക്ക് ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ആൻജിയോപ്ലാസ്റ്റി അഥവാ രക്തക്കൊല്ലി ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് സാധ്യമല്ല എന്നുള്ളതാണ് ആൻജിയോഗ്രാം റിപ്പോർട്ട് ചെയ്ത് കണ്ടത്. വളരെ സന്തോഷമുണ്ട്. ഈ ഹോസ്പിറ്റലിനോടായാലും സാർമാരോടായാലും സിസ്റ്റർമാരോടായാലും പറഞ്ഞു. AR Super Specialty Hospital. Your health, our priority.